അതായത് മന്ത്രിമാരുടെ വകുപ്പുകൾ വന്നു തുടങ്ങി. രാജ്നാഥ് സിംഗ് വീണ്ടും പ്രതിരോധ മന്ത്രിയായി, അമിത്ഷായ്ക്ക് ആഭ്യന്തരം, നിതിൻ ഗഡ്കരിക്ക് ഗതാഗത വകുപ്പ്, അശ്വിനി വൈഷ്ണവയ്ക്ക് റെയിൽവേ. ഗതാഗത വകുപ്പിൽ 2 സഹമന്ത്രിമാരും. ഘടകകക്ഷി മന്ത്രിമാരേത് ഉൾപ്പെടെയുള്ള വകുപ്പ് വിഭജനം പൂർത്തിയായതായി സൂചന വരുന്നു. നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു. ബൽറാം, ഇപ്പോൾ ജസ്റ്റ് വന്നതല്ലേ ഉള്ളൂ, എന്തൊക്കെയാണ് വകുപ്പുകൾ, ആരൊക്കെയാണ് മന്ത്രിമാർ, പറയൂ. ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. സർക്കാരിന്റെ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കാറുള്ള മാധ്യമപ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പട്ടിക വന്ന ഉടൻ തന്നെ പിൻവലിക്കുകയായിരുന്നു. രാഷ്ട്രപതി ഭവനാണ് ഔദ്യോഗികമായി ഈ പട്ടിക പുറത്തിറക്കേണ്ടത്. നിലവിൽ വന്ന പട്ടിക അനുസരിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നുള്ളത് റെയിൽവേ മന്ത്രാലയം അത് കടുത്ത 3 പാർട്ടികൾ തമ്മിൽ ഇതിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. നിലനിർത്തണമെന്ന് BJPയും TDPയും LJPയും ഒപ്പം തന്നെ JDUവും അവകാശവാദം ഉന്നയിച്ചിരുന്ന റെയിൽവേ മന്ത്രാലയം BJP തന്നെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ 2ാം മോദി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന അശ്വിനി വൈഷ്ണവ് തന്നെ റെയിൽവേ മന്ത്രിയായി തുടരും. S ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി തുടരും. ഒപ്പം തന്നെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി സ്ഥാനത്തും തുടരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ ഉപരിതല ഗതാഗത മന്ത്രിയായി നിതിൻ ഗഡ്കരി തന്നെ തുടരും. ഉപരിതല ഗതാഗതത്തിൽ 2 സഹമന്ത്രിമാരാകും ഉണ്ടാകുക. അജയ് തംത, ഹർഷ് മൽഹോത്ര എന്നിവരായിരിക്കും ഈ ഉപരിതല ഗതാഗതത്തിൽ സഹമന്ത്രിമാരായിരിക്കുക. മറ്റ് പാർട്ടികളുടെ സഖ്യകക്ഷികളുടെ മന്ത്രിസ്ഥാനം അടക്കമുള്ളവ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് അല്പസമയത്തിന് തന്നെ ഉണ്ടാകും. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിൽ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. യോഗം ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഒരു നിർണായക തീരുമാനം ഈ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് 3 കോടി അധിക വീടുകൾ കൂടി അനുവദിക്കാനാണ്. കൂടാതെ ഈ പദ്ധതിക്ക് അനുവദിക്കുന്ന തുകയിലും വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്ന് രാവിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്കുള്ള സഹായനിധി വിതരണം ചെയ്യുന്നതിനുള്ള ഫയലിൽ ഒപ്പുവെച്ചിരുന്നു. ഇത്തരത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ ഈ 100 ദിന കർമ്മ പരിപാടികളിൽ വിശദീകരിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം പ്രധാനമന്ത്രി മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. വകുപ്പുകൾ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ചുമതലകൾ ഏറ്റെടുക്കണമെന്നും തുടർന്ന് 100 ദിന കർമ്മ പരിപാടി സാക്ഷാത്കരിക്കുന്നതിനായി പിന്നീട് പൂർണ്ണ സമയം വിനിയോഗിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മറ്റെല്ലാ മന്ത്രിമാർക്കും തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് മറ്റ് സഖ്യകക്ഷികളുടെ മന്ത്രിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവസാന നിമിഷം ഈ മന്ത്രിസഭാ യോഗം ചേരുന്ന ഘട്ടത്തിൽ പോലും പല പാർട്ടികളും അതൃപ്തിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ശിവസേന യഥാർത്ഥത്തിൽ ഈ വകുപ്പ് വിഭജനം വാട്സാപ്പ് വഴി സർക്കുലേറ്റ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് പിൻവലിച്ചു എന്ന് വരുന്നു. എന്താകാം അതിന്റെ കാരണം? ഈ പിൻവലിച്ച അതേ വകുപ്പുകളാണ് ഇപ്പോൾ ബൽറാം പറയുന്നത്. SKN ഇത് ഔദ്യോഗികമായി ഈ പട്ടിക പുറത്തുവിടേണ്ടത് അല്ലെങ്കിൽ ഈ പട്ടികയ്ക്ക് ഔദ്യോഗിക സ്വഭാവം വരുന്നത് രാഷ്ട്രപതി ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറക്കുന്ന ഘട്ടത്തിലാണ്. സർക്കാരിന്റെ വിവരങ്ങൾ കൈമാറുന്നതിനായുള്ള ഗ്രൂപ്പിലാണ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തുടർന്ന് ഇത് ഒരുപക്ഷെ ഈ വിവരങ്ങൾ ആശയക്കുഴപ്പത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഔപചാരികത നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നീക്കം ചെയ്യപ്പെട്ടത് ഉടനടി എന്ന വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഈ വിജ്ഞാപനം രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ ആദ്യ മന്ത്രിസഭാ യോഗം മണിക്കൂറിലേറെ പിന്നിട്ട ശേഷവും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് അനിശ്ചിതത്വം അല്ലെങ്കിൽ ഏതെല്ലാമാണ് വകുപ്പുകൾ മന്ത്രിമാരുടെ എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ലഭ്യമാകാതിരുന്നത് സംബന്ധിച്ച വാർത്തകൾ സജീവമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടതും ഉടൻ തന്നെ നീക്കം ചെയ്യപ്പെട്ടതും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഈ പുറത്തു വന്നിരിക്കുന്ന 5 മന്ത്രിമാരുടെയും 2 സഹമന്ത്രിമാരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് അത് സ്ഥിരീകരിക്കാം എന്നുള്ളത് തന്നെയാണ്. മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ പട്ടിക അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. SKN.
ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.